ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇത് രാവിലത്തെ പലഹാരമായിട്ടും അതല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നല്ല പഴുത്ത മധുരമുള്ള 2 നേന്ത്രപ്പഴം ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ചൂടൊക്കെ ആറിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി സ്മൂത്തായിട്ട് അരക്കണമെന്നില്ല, ചെറിയ കഷ്ണങ്ങൾ അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ശർക്കര പാനിയാണ്. ഇവിടെ ഞാൻ 1.5 പീസ് ശർക്കര, 1.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഒന്നും പിന്നെ ഒരു ചെറിയ പീസും. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ, ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വെട്ടിത്തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ മുഴുവനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് കൂടുതൽ സമയമൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം എണ്ണയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതായത് ഈ നെയ്യൊക്കെ ആയിട്ട് ഒന്ന് ചേർന്ന് വന്ന് കണ്ടില്ലേ, പാനിൽ നിന്ന് ഇങ്ങനെ ഒരു വിട്ട് വരുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം എത്ര അളവിൽ വേണമെന്നുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതും അതുപോലെ തന്നെ ചുക്കുപൊടി, പിന്നെ ഞാൻ ഈ പഞ്ചസാരയിൽ തന്നെ ഒരിത്തിരി ചെറിയ ജീരകം അഥവാ കറി ജീരകം കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് 1/4 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ വറുത്ത അരിപ്പൊടിയായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി പൊടിച്ചു വെക്കാറുണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അരിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയാണ്. അത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. സാധാരണ ഇലയുടെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഈ ചാനൽ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഇതിന് മുന്നേ കുറേ നാളുകൾക്ക് മുമ്പേ നമ്മൾ ചക്കയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു റെസിപ്പി തന്നെ നേന്ത്രപ്പഴം വെച്ച് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണിത്. അപ്പോൾ നേന്ത്രപ്പഴം ആകുമ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും വരട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം മടക്കി കഴിഞ്ഞാൽ ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ആവി വരുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10-12 മിനിറ്റ് ആവി കയറ്റുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലതുപോലെ കുക്കായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു രുചി തന്നെയാണ്. അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല മധുരമുള്ള പഴം എടുക്കാൻ നോക്കുക. അതുപോലെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അരിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടുതൽ എടുക്കരുത്. നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കണം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും മാത്രമേ കറക്റ്റായിട്ടുള്ള രുചി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.